പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. ഹജ്ജ് തീർത്ഥാടനത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് ഹജ്ജ് സുരക്ഷാ വിഭാഗം മേധാവി മുഹമ്മദ് അൽ ബസാമി മുന്നറിയിപ്പ് നൽകി. തീർത്ഥാടകരുടെ സുരക്ഷയും സുഗമമായ യാത്രയും ഉറപ്പാക്കാനായി സമഗ്ര സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കും. മക്കയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അനുമതിയില്ലാത്ത വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനുള്ള നിരോധനം പ്രാബല്യത്തിൽ വന്നു. ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ചടങ്ങുകൾ തടസ്സമില്ലാതെ നിർവഹിക്കുന്നതിനുമായി വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷാ ഒരുക്കങ്ങളാണ് സൗദി അറേബ്യ പൂർത്തിയാക്കിയിരിക്കുന്നത്. തീർത്ഥാടനത്തെ രാഷ്ട്രീയവൽക്കരിക്കാനോ തീർത്ഥാടകരുടെ സമാധാനാന്തരീക്ഷം തകർക്കാനോ ഉള്ള ഒരു നീക്കവും അനുവദിക്കില്ലെന്ന് പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടർ മുഹമ്മദ് അൽ ബസാമി വ്യക്തമാക്കി. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ സൗദി അറേബ്യ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മുൻകാല അനുഭവങ്ങളും മുന്നൊരുക്കങ്ങളും മുൻനിർത്തി മക്ക, മദീന പുണ്യസ്ഥലങ്ങളിൽ എന്നിവിടങ്ങളിലും തീർത്ഥാടകർ സഞ്ചരിക്കുന്ന എല്ലാ വഴികളിലും ശക്തമായ സുരക്ഷാ പ്രതിരോധ പദ്ധതികളാണ് സുരക്ഷാ സേന നടപ്പിലാക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളുടെയും സഹായത്തോടെയാണ് ഈ വർഷത്തെ സുരക്ഷാ ഏകോപനം. ഇതിനിടെ തീർത്ഥാടകരുടെ സുഗമമായ യാത്രയും സുരക്ഷയും മുൻനിർത്തി പുണ്യസ്ഥലങ്ങളിലേക്കുള്ള വാഹന നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നു. ഹജ്ജ് ട്രാഫിക് സുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം അനുമതിയില്ലാത്ത വാഹനങ്ങൾക്ക് ഇന്നു മുതൽ മക്കയിലെ പുണ്യസ്ഥലങ്ങളിലേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. ദുൽഹജ്ജ് മാസം 13 വരെ, അതായത് ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ ഈ നിരോധനം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഗതാഗത ക്രമീകരണങ്ങൾ പാലിച്ച് മന്ത്രാലയത്തോട് സഹകരിക്കണമെന്ന് സുരക്ഷാ വിഭാഗം അഭ്യർത്ഥിച്ചു. 24 ജിദ്ദ. ഹജ്ജ് തീർത്ഥാടനത്തിന് മുന്നോടിയായി മക്കയിൽ സുരക്ഷാ സേനയുടെ വിപുലമായ സൈനിക പരേഡ് നടന്നു. സൗദി ആഭ്യന്തരമന്ത്രി അമീർ അബ്ദുൽ അസീസ് ബിൻ നായിഫിന്റെ സാന്നിധ്യത്തിലാണ് സേനയുടെ സന്നദ്ധത വിളിച്ചോതുന്ന പ്രകടനങ്ങൾ നടന്നത്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി വിവിധ സേനാ വിഭാഗങ്ങൾ കൈകോർക്കുന്ന കാഴ്ചയാണ് പരേഡിൽ ദൃശ്യമായത്. ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന പ്രഖ്യാപനവുമായാണ് മക്കയിൽ സുരക്ഷാ സേനയുടെ പരേഡ് സംഘടിപ്പിച്ചത്. ആഭ്യന്തരമന്ത്രിയും സുപ്രീം ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ അമീർ അബ്ദുൽ അസീസ് ബിൻ സൌദ് ബിൻ നായിഫിന്റെ മേൽനോട്ടത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ അണിനിരന്നു. ആധുനിക വാഹനങ്ങളും സജ്ജീകരണങ്ങളുമായി സേനാംഗങ്ങൾ നടത്തിയ മാർച്ച് പാസ്റ്റ് കരുത്തുറ്റതായിരുന്നു. ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സേനാംഗങ്ങൾ എത്രത്തോളം പ്രാപ്തരാണെന്ന് തെളിയിക്കുന്ന മോക്ക് ഡ്രില്ലുകളും പരേഡിന്റെ ഭാഗമായി നടന്നു. തീർത്ഥാടകർക്ക് സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനായി വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം പരേഡിൽ പ്രകടമായി. അത്യാധുനിക സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പ്രദർശനം. ഹജ്ജ് സീസൺ സുരക്ഷിതമാക്കാൻ സുരക്ഷാ സേന പൂർണ്ണ സജ്ജമാണെന്ന ഉറപ്പോടെയാണ് മക്കയിൽ പരേഡ് സമാപിച്ചത്. 24 ജിദ്ദ. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ പ്രത്യേക അതിഥികളായുള്ള മുഴുവൻ ഹജ്ജ് തീർത്ഥാടകരും വിശുദ്ധ നഗരമായ മക്കയിൽ എത്തിച്ചേർന്നു. ലോകത്തെ 104 രാജ്യങ്ങളിൽ നിന്നായി 2500 തീർത്ഥാടകരാണ് ഈ പദ്ധതി പ്രകാരം ഇത്തവണ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനെത്തിയത്. ആഫ്രിക്കൻ രാജ്യമായ ലബേരിയയിൽ നിന്നുള്ള 200 പേരും ഈ സംഘത്തിലുണ്ട്. തീർത്ഥാടകർക്ക് ആവശ്യമായ താമസം, ഭക്ഷണം, മികച്ച മെഡിക്കൽ ക്ലിനിക്കുകൾ എന്നിവയെല്ലാം സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയം മക്കയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 150 കോടി ദിർഹത്തിന്റെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ. വിവിധ തൊഴിൽ മേഖലകളിൽ സംരക്ഷിക്കാനാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ മാസം 100 കോടി ദിർഹത്തിന്റെ പാക്കേജും പ്രഖ്യാപിച്ചിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ദുബായിക്ക് കരുത്തേകുന്നതാണ് ഷെയ്ഖ് ഹംദാന്റെ പുതിയ പ്രഖ്യാപനം. സാമ്പത്തിക സ്ഥിരത ഊട്ടിയുറപ്പിക്കലാണ് പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യം. 33 ഇടങ്ങളിലായി അടുത്ത വർഷം 250 കോടി ദിർഹമാണ് ചെലവഴിക്കുക. വാണിജ്യം, ടൂറിസം, വിദ്യാഭ്യാസം, കസ്റ്റംസ്, വ്യോമഗതാഗതം തുടങ്ങി പ്രധാനപ്പെട്ട മേഖലകൾക്ക് പുതിയ പദ്ധതികളിലൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. വിവിധ ഫീസ് ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. KHDAയുടെ കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ ലൈസൻസ് ഫീസ് മാറ്റിവെക്കാനും തവണകളായി അടയ്ക്കാനും കഴിയും. ദുബായ് കൾച്ചറൽ ആൻഡ് ആർട്സ് അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും വാടകയും സാമ്പത്തിക ബാധ്യതയും മാറ്റിവെക്കുന്നതിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്.
ടൂറിസം ദിർഹം, ഹോട്ടൽ മുറികളുടെയും റെസ്റ്റോറന്റുകളുടെയും വിൽപ്പന ഫീസ്, ഹോളിഡേ ഹോമുകൾക്കുള്ള പെർമിറ്റ്, ലൈസൻസ് ഫീസുകൾ, ഇവന്റ് പെർമിറ്റ് ഫീസ്, എക്സിബിഷനുകൾ, കോൺഫറൻസുകൾ എന്നിവയ്ക്കുള്ള ഫീസ് തുടങ്ങിയവയിലും ഇളവുണ്ടാകും. ദുബായ് മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള നിർമ്മാണ പദ്ധതികളുടെ ബിൽഡിംഗ് പെർമിറ്റുകൾക്കുള്ള കാലാവധി നീട്ടി നൽകാനും തീരുമാനമായി. 24 ദുബായ്. ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ ഉടൻ ഫീസ് വർധന ഉണ്ടാകില്ല. അടുത്ത വർഷം വരെ ഫീസ് കൂട്ടരുതെന്ന് KHDA ഉത്തരവിട്ടു. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് തീരുമാനം. നോളജ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സുപ്രധാന യോഗത്തിന് ശേഷമാണ് സ്കൂൾ ഫീസുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനമുണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ സ്കൂൾ ഫീസുകളിൽ വർധനവുണ്ടാകരുതെന്നും കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മഖ്തൂം നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെ ഷെയ്ഖ് ഹംദാന്റെ 100 ബില്യൺ ദിർഹത്തിന്റെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപനവും KHDAയുടെ തീരുമാനത്തിന് പിന്നിലുണ്ട്. കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിലും സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥിരത നിലനിർത്തുന്നതിലുമുള്ള ദുബായിയുടെ തുടർച്ചയായ ശ്രദ്ധയുടെ ഭാഗമായാണ് തീരുമാനമെന്ന് KHDA വ്യക്തമാക്കി. ഷെയ്ഖ് ഹംദാന്റെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രകാരം പ്രൈവറ്റ് സ്കൂളുകളുടെ ലൈസൻസ് ഫീസ് മാറ്റിവെക്കാനോ തവണകളായി അടയ്ക്കാനോ സാധിക്കും. പിഴത്തുകകളുടെ കാലാവധിയും നീട്ടിയിട്ടുണ്ട്. ചെറിയ കുട്ടികളുടെ നഴ്സറികൾ പോലെയുള്ള സ്ഥാപനങ്ങളെ ലൈസൻസ് പുതുക്കൽ ഫീസിൽ നിന്നും പിഴത്തുകയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഗ്യാരണ്ടി ഇൻഷുറൻസ് ആവശ്യകതയിലെ ഇളവുകൾ ഉൾപ്പെടെ മറ്റ് ആനുകൂല്യങ്ങളും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭിക്കും. അടുത്ത വർഷങ്ങളിൽ സ്കൂളുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നും KHDA അറിയിച്ചു. 24 ദുബായ്. ദുബായിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരക്കും ടോൾ നിരക്കും വർദ്ധിക്കും. പാർക്കിങ്ങിനും ടോളിനും 5% വാറ്റ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. എന്നാൽ ബലിപ്പെരുന്നാളോടനുബന്ധിച്ച് ദുബായ് നഗരത്തിൽ 5 ദിവസത്തെ സൗജന്യ വാഹന പാർക്കിംഗും പ്രഖ്യാപിച്ചു. ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർക്കിംഗ് ഓപ്പറേറ്റർമാരായ പാർക്കിൻ ആണ് എല്ലാ സേവനങ്ങൾക്കും മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തുന്നതായി പ്രഖ്യാപിച്ചത്. 5% വാറ്റ് ഏർപ്പെടുത്തുന്നതോടെ പാർക്കിങ്ങിനും ടോളിനും അധികം പണം നൽകേണ്ടി വരും. ജൂൺ 1 മുതൽ നികുതി പ്രാബല്യത്തിൽ വരും. പാർക്കിൻ മീറ്ററുകൾ വഴി പണമിടപാടുകൾ നടത്തുന്നതും മെയ് 31 അവസാനിക്കും. അതേസമയം പെരുന്നാളിനോടനുബന്ധിച്ച് 5 ദിവസത്തെ സൗജന്യ പാർക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 25 തിങ്കളാഴ്ച മുതൽ 29 വെള്ളിയാഴ്ച വരെ ദുബായ് നഗരത്തിലെ വാഹന പാർക്കിംഗ് സൗജന്യമായിരിക്കും. മെയ് 24 ഞായറാഴ്ച ആയതിനാൽ 6 ദിവസം നഗരത്തിൽ സൗജന്യ വാഹന പാർക്കിംഗ് ലഭിക്കും. എന്നാൽ അവധി ദിനങ്ങളിൽ ഉൾപ്പെടെ പാർക്കിംഗ് ഈടാക്കുന്ന ചിലയിടങ്ങളിൽ ഈ ദിവസങ്ങളിലും പണം നൽകേണ്ടി വരും. മെട്രോ സർവീസിന്റെ സമയം പ്രഖ്യാപിച്ചു. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ പുലർച്ചെ 1 മണിവരെ മെട്രോ സർവീസ് ഉണ്ടാകും. ട്രാം സർവീസും കൂടുതൽ നേരമുണ്ടാകുമെന്ന് RTA വ്യക്തമാക്കി. RTAയുടെ കസ്റ്റമർ സേവന കേന്ദ്രങ്ങൾക്ക് അവധിയായിരിക്കുമെന്നും സ്മാർട്ട് കിയോസ്കുകളും ഓൺലൈൻ സേവനങ്ങളും പ്രയോജനപ്പെടുത്തണമെന്നും RTA അറിയിച്ചു. ചില റൂട്ടുകളിൽ മാറ്റമുണ്ടാകുമെങ്കിലും സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24 ദുബായ്. അഭയം നഷ്ടപ്പെട്ട മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും രോഗികളുമായ മനുഷ്യർക്ക് തണലൊരുക്കുകയാണ് സൗദി അറേബ്യയിലെ ദാറഗും എന്ന സ്ഥാപനം. മാനസിക പരിചരണത്തിനും പുനരധിവാസത്തിനുമായി നടക്കുന്ന ഈ വഖഫ് സ്ഥാപനം ഇപ്പോൾ ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലുള്ളവർക്ക് അഭയം നൽകുന്നുണ്ട്. അത്യാധുനിക ചികിത്സയും താമസ സൗകര്യവും നൽകി ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരികെ എത്തിക്കുകയാണ് ലക്ഷ്യം. ആരും നോക്കാനില്ലാത്തവർക്ക് അഭയം നൽകി ശ്രദ്ധേയമാകുകയാണ് സൗദിയിലെ വഖഫ് ദാറഖും എന്ന സ്ഥാപനം. തെരുവുകളിലും പാർക്കുകളിലും അലയുന്നവരെയും സാമ്പത്തികമായി തകർന്ന കുടുംബങ്ങളിലെ മാനസിക രോഗികളെയും കണ്ടെത്തി അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കുകയാണ് സ്ഥാപനം ചെയ്യുന്നത്. സർക്കാർ ആശുപത്രികളും പോലീസും നിർദ്ദേശിക്കുന്നവരാണ് അന്തേവാസികളിൽ കൂടുതലും. ഇവർക്ക് സുരക്ഷിതമായ താമസവും ഭക്ഷണവും നൽകുന്നതിനൊപ്പം കൃത്യമായ മാനസിക, സാമൂഹിക, തൊഴിലധിഷ്ഠിത പരിശീലനങ്ങളും നൽകുന്നതായി വഖഫ് ദാറഖും CEO മാലിക് മുഹമ്മദ് ഈസ പറഞ്ഞു. വഖഫ് ദാറഖും هو وقف خيري أنشئ عام 2018. الهدف منه استقبال أي مريض نفسي فاقد للمأوى يتقدم له الخدمات الرعاية والإيواء والإعاشة والخدمات الطبية من خلال تقديم الخدمات من المستشفيات الحكومية. طبعا الوقف لا يشترط جنسية معينة. الوقف يأخذ أي جنسية سعودي أو غير سعودي. ജിദ്ദയിലുള്ള പ്രധാന കേന്ദ്രത്തിൽ മാത്രം വിവിധ രാജ്യക്കാരായ 250ഓളം അന്തേവാസികളുണ്ട്. സക്കാത്ത്, ചാരിറ്റി തുടങ്ങിയവ വഴിയാണ് നടത്തിപ്പിനുള്ള ഫണ്ട് പ്രധാനമായും കണ്ടെത്തുന്നത്.
മികച്ച ചികിത്സയും കൌൺസിലിംഗും നൽകി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇവരെ ഏറ്റെടുക്കാൻ താൽപര്യമുള്ള കുടുംബങ്ങൾക്ക് കൈമാറും. We analyze them like A, B, C, D with these conditions, and we have to follow up with each one. So if one needs a follow up every day, then we have to put these patients at the top priorities. If no, then we can put them in the back. It's basically for patients whose families cannot keep them with them, house them, and so they bring them here to give them a place where their needs are fulfilled and they're taken care of. ഒരു വ്യക്തിയുടെ ചികിത്സയും താമസവും ഉൾപ്പെടെ മാസം 8,000-ഓളം റിയാൽ ചിലവ് വരും. ഭാവിയിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സേവനം വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കാരുണ്യ കേന്ദ്രം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഹോർമുസ് തുറക്കുന്നതിൽ അമേരിക്കയും ഇറാനും തമ്മിൽ കരാറിലെത്താനുള്ള സാധ്യത 50% മാത്രമാണെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇനി യുദ്ധമുണ്ടായാൽ ഗൾഫ് മേഖലയുടെ സ്ഥിരതയെ നശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ അമേരിക്കയുമായി രമ്യതയിലെത്താനുള്ള പല അവസരങ്ങളും ഇറാൻ കളഞ്ഞുകുളിച്ചു. ഇത്തവണ അങ്ങനെ ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറാന്റെ ആണവായുധ പദ്ധതികൾ UAEയുടെ പ്രഥമ ആശങ്കയാണെന്നും ഹോർമുസ് ഉടൻ തുറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര വിദ്യാർത്ഥി മേഖലയിലെ തട്ടിപ്പുകളും മാനദണ്ഡ ലംഘനങ്ങളും തടയാൻ കർശന നടപടിയുമായി ഓസ്ട്രേലിയ. സ്വകാര്യ കോളേജുകൾക്കും ട്രെയിനിംഗ് സ്ഥാപനങ്ങൾക്കുമുള്ള പുതിയ അപേക്ഷകൾക്ക് 12 മാസത്തെ വിലക്ക് ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്നും സ്മിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ലക്ഷ്യമിട്ടുള്ള സ്വകാര്യ കോളേജുകളുടെയും ട്രെയിനിംഗ് സ്ഥാപനങ്ങളുടെയും പുതിയ അപേക്ഷകൾക്ക് ഫെഡറൽ സർക്കാർ 12 മാസത്തെ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. ഇനി മുതൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് കോഴ്സസ് എന്നിവ വിദേശ വിദ്യാർത്ഥികൾക്കായി തുടങ്ങാൻ ശ്രമിക്കുന്ന പുതിയ സ്ഥാപനങ്ങളുടെ അപേക്ഷകൾ ASQA താൽക്കാലികമായി സ്വീകരിക്കില്ല. ഈ നടപടി ഇന്റർനാഷണൽ സ്റ്റുഡന്റ് വിസ സംവിധാനത്തിലെ സത്യനിഷ്ഠ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. നിലവാരക്കുറവുള്ള ചില സ്വകാര്യ സ്ഥാപനങ്ങൾ കുറഞ്ഞ നിലവാരമുള്ള കോഴ്സുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ സർക്കാർ പരിശോധിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. 2026 മെയ് 19 മുതൽ 2027 മെയ് 19 വരെ ഈ വിലക്ക് നിലനിൽക്കും. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾക്കും ചില പരിധികളിൽ അപേക്ഷകൾ തുടരാൻ കഴിയും. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ മേഖലയിലെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും പുതിയ അപേക്ഷകൾ കൂടുതൽ കർശനമായി പരിശോധിക്കാനും ഈ ഇടവേള സഹായിക്കുമെന്ന് സർക്കാർ പറയുന്നു. എന്നാൽ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വന്നാൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടാകാമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. 24 വേണ്ടി സ്മിത നായർ, ഓസ്ട്രേലിയ. കാൻസ് ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര കലാവേദിയിൽ തുടർച്ചയായ 3-ാം വർഷവും സാന്നിധ്യമറിയിച്ച് കേരളത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഒറ്റപ്പാലം സ്വദേശിനിയായ അനഘ നായർ. ലോകമെമ്പാടുമുള്ള പ്രശസ്ത കലാകാരന്മാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 40 വ്യക്തികളിൽ ഒരാളായാണ് ഈ മലയാളി ചിത്രകാരി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടുന്നത്. വള്ളുവനാടിന്റെ സാംസ്കാരിക പാരമ്പര്യം പേറുന്ന മണ്ണിൽ നിന്ന് ലോകകലയുടെ നെറുകയിലേക്കുള്ള അപൂർവയാത്ര. അന്താരാഷ്ട്ര കാൻസ് ചലച്ചിത്രോത്സവത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കണ്ടംപററി ആർട്സ് ബിനാലെ വിഭാഗത്തിലാണ് ഒറ്റപ്പാലത്തുകാരിയായ അനഘ നായർ 3-ാം വർഷവും തന്റെ തുടർച്ചയായ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്. ഫെസ്റ്റിവലിലേക്ക് ക്ഷണിക്കപ്പെട്ട ലോകമെമ്പാടുമുള്ള 40 പ്രശസ്ത കലാകാരന്മാരിൽ ഒരാളാണ് അനഘ. സുഭദ്ര എന്ന് പേരിട്ടിരിക്കുന്ന മനോഹരമായ ഓയിൽ പെയിന്റിങ്ങിലൂടെയാണ് അനഘ ഈ നേട്ടം സ്വന്തമാക്കിയത്. ഇതെന്റെ 3rd കോൺസിക്യൂട്ടീവ് ഇയർ ആണ് കാൻ ആർട്ട് ബിനാലയുടെ ഭാഗമാവുന്നത്. എന്റെ ലേറ്റസ്റ്റ് പെയിന്റിംഗ് ആയ ഓയിൽ പെയിന്റിംഗ് ആയ സുഭദ്രയ്ക്കാണ് ഈ ഒരു അവസരത്തിൽ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. വളരെയധികം സന്തോഷം. ഇതോടെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒപ്പോൾ താൻ ഇപ്പോൾ താമസിക്കുന്ന അമേരിക്കയുടെയും ഒരേപോലെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ യുവ കലാകാരി. ടെക്സാസിലെ ഡാലസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാകൃഷ്ണ ആർട്ട് സെന്ററിന്റെ അമരക്കാരി കൂടിയാണ് അനഘ നായർ. I'm Luis Pedron and I'm Carlos Costa. We're here at the Fine Art Con Biennale and we are here with the beautiful Annika Nair. And Annika, tell us about your artwork and how beautiful it is. This is Mithu Mamatsan signing off from Mexico, 24 USA. UAE സ്വദേശികൾക്കായി 25 ലക്ഷം ദിർഹത്തിന്റെ ആരോഗ്യ സൗന്ദര്യ സംരക്ഷണ പദ്ധതിയുമായി AM ഹെൽത്ത് ഹബും ഏരീസ് ഡെന്റൽ ക്ലിനിക്കും. പ്രത്യേക പദ്ധതി വഴി 2500 എമിറാത്തി പൗരന്മാർക്ക് സൗജന്യ വെൽനസ് സേവനങ്ങൾ ലഭ്യമാക്കും.
1000 ദിർഹത്തിന്റെ വൗച്ചറാണ് ഓരോരുത്തർക്കും ലഭിക്കുക. AM ഹെൽത്ത് ഹബിന്റെ കോ-ഫൗണ്ടർ പ്രവീൺ പിള്ള, ഏരീസ് ഡെന്റൽ ആൻഡ് ഈസ്തെറ്റിക് ക്ലിനിക്കിന്റെയും AM ഹെൽത്ത് ഹബിന്റെയും സ്ഥാപകയായ ഡോക്ടർ നിവേദ്യ റോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. എമിറേറ്റ്സ് ഇൻഷുറൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫരീദ് ലുത്ഫി, ഷെയ്ഖ് ജുമാ ബിൻ മക്തൂം അൽ മക്തൂമിന്റെ ഓഫീസിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യാക്കൂബ് അൽ അലി, ഏരീസ് ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ സോഹൻ റോയി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവസാന യാത്രയിലും 2 പേർക്ക് ജീവൻ പകുത്തു നൽകിയ ഒരമ്മയുടെ കഥയാണിനി. തൃശൂർ ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശി ജസീന്ത കഴിഞ്ഞ ദിവസമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ജസീന്തയുടെ വൃക്കകളും കരളും ഇനി 2 പേർക്ക് ജീവന്റെ തുടിപ്പേകും. ദുബായിൽ സന്ദർശക വിസയിൽ കഴിയവെയായിരുന്നു വിയോഗം. തൃശൂർ ഗുരുവായൂർ കോട്ടപ്പടി കാവീട് വെള്ളറ വീട്ടിൽ ജോസ്മോന്റെ ഭാര്യ 63-കാരിയായ ജസീന്ത, എല്ലാവരുടെയും പ്രിയപ്പെട്ട ജസിയമ്മ. 3 വർഷം മുൻപ് ജീവന്റെ പാതിയായ ജോസ്മോൻ ജസിയോട് വിട പറഞ്ഞു. ഭർത്താവിന്റെ മരണമുണ്ടാക്കിയ ആഘാതം അമ്മയെ തളർത്തി. ശേഷം ദുബായിലുള്ള മകൾ ബ്രിറ്റിക്കൊപ്പമായി താമസം. കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ച് കുഴഞ്ഞു വീണു. ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മസ്തിഷ്ക മരണമുണ്ടായി. പിന്നാലെ മക്കളും മരുമക്കളും ചേർന്ന് ആ തീരുമാനമെടുത്തു. തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ വിയോഗം തീരാ നോവാകുമ്പോഴും മറ്റ് 2 കുടുംബങ്ങളിൽ ആശ്വാസം എത്തിക്കുന്ന വലിയ തീരുമാനം. മമ്മി റെസ്പോണ്ടൊന്നും ചെയ്യാതെ ആയപ്പം മമ്മിനെ വെന്റിലേറ്ററിലാക്കി. അങ്ങനെ വെന്റിലേറ്ററിലാക്കിയപ്പോൾ തന്നെ മമ്മി DHA മോണിറ്റേർഡ് ആയിരുന്നു. അങ്ങനെ ഡോക്ടർമാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു മമ്മീനെ കിട്ടാനുള്ള സാധ്യത, തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ DHA മമ്മിയുടെ ബ്രെയിൻ സ്റ്റെം ഫങ്ഷനിങ് ടെസ്റ്റ് നടത്തി. ടെസ്റ്റിൽ പോസിറ്റീവായിരുന്നു. മമ്മിയുടെ ബ്രെയിൻ ഡെത്തായി എന്ന് അവർ ഡിക്ലെയർ ചെയ്തു. ഓണർ വാക്ക് എന്ന പേരിലുള്ള ബഹുമാന സൂചകമായ യാത്രയയപ്പ് നൽകിയാണ് ജസീന്തയെ ആശുപത്രിയിൽ നിന്ന് യാത്രയാക്കിയത്. ജസീന്തയുടെ വൃക്കകളും കരളും മറ്റ് 2 പേർക്കായി നൽകി. മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. UAE നിയമപ്രകാരം മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ അടുത്ത ബന്ധുക്കളുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ അവയവദാനം സാധ്യമാകൂ. മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യാൻ താൽപ്പര്യമുള്ള ഏതൊരാൾക്കും ഹയാത്ത് ആപ്പിലോ വെബ്സൈറ്റിലോ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട്. സന്ദർശക വിസയിലെത്തി ഒരു മലയാളി അവയവദാനം നടത്തുന്നതും അപൂർവമാണ്. എത്ര അകലേക്ക് മറഞ്ഞാലും ജസിയമ്മ ദുബായിയുടെ ഹൃദയത്തിൽ മായാത്തൊരു മുദ്ര പതിപ്പിച്ചാണ് മടങ്ങുന്നത്. എക്കാലവും തിളങ്ങി നിൽക്കുന്ന മുദ്ര. മുഹമ്മദ് റഹീസ്, 24, ദുബായ്. ട്രെയിൻ യാത്രയ്ക്കിടെ മലയാളിയായ വയോധികനെ കാണാതായതായി പരാതി. വടകരയിൽ നിന്നും തമിഴ്നാട്ടിലെ ഹൊസൂരിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെയാണ് ഈറോഡിൽ വെച്ച് R. നാരായണക്കുറുപ്പ് എന്ന 81 വയസ്സുകാരനെ കാണാതായത്. വയോധികന് ഓർമ്മക്കുറവ് ഉണ്ടായിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. മെയ് 13 പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. വടകരയിൽ നിന്ന് ഹൊസൂരിലേക്കുള്ള യാത്രക്കിടെയാണ് 81-കാരനായ നാരായണക്കുറുപ്പിനെ കാണാതായത്. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിലാണ് 6 അംഗ കുടുംബം യാത്ര തിരിച്ചത്. ട്രെയിൻ ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ശുചിമുറിയിലേക്ക് എന്ന് പറഞ്ഞാണ് നാരായണക്കുറുപ്പ് പോയത്. എന്നാൽ കുറെ കഴിഞ്ഞിട്ടും ശുചിമുറിയിൽ നിന്ന് പുറത്തിറങ്ങാതായതോടെ കുടുംബാംഗങ്ങൾ അന്വേഷണം നടത്തുകയായിരുന്നു. ഇതോടെയാണ് നാരായണക്കുറുപ്പിനെ കാണാതായതാണെന്ന് മനസ്സിലായത്. തുടർന്ന് ആദ്യം ട്രെയിനിലെ TTക്കും പിന്നീട് ഈറോഡ് റെയിൽവേ പോലീസിലും പരാതി നൽകി. പിതാവ് നാരായണക്കുറുപ്പിന് ഓർമ്മക്കുറവുണ്ടെന്നാണ് പരാതി നൽകിയ മകൾ സ്വപ്ന പറയുന്നത്. 5 അടി 4 ഇഞ്ച് ഉയരമാണ് നാരായണക്കുറുപ്പിനുള്ളത്. മെലിഞ്ഞ ശരീരമാണ്. കാണാതാകുമ്പോൾ ഇളം നീല നിറത്തിലുള്ള ഫുൾ സ്ലീവ് സ്വെറ്ററും നീല ഹാഫ് സ്ലീവ് ഷർട്ടും കടും ചാര നിറത്തിലുള്ള ട്രാക്ക് പാൻസും ധരിച്ചിരുന്നു. കണ്ണടയും ഉപയോഗിക്കാറുണ്ട്. നാരായണക്കുറുപ്പിനെ തിരിച്ചറിയുന്നവർ ഉടൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഈറോഡ് റെയിൽവേ പോലീസിലോ ബന്ധപ്പെടേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് 24.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.